ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് സൂപ്പർ സ്പെഷ്യൽ ആയിട്ടുള്ള നട്ടി ബബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു റെസിപ്പി സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് രമ്യ സതീഷ് അതുപോലെ തന്നെ നൂർജി ഷാനു ഇവർ വളരെയധികം റിക്വസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു റെസിപ്പി ആയിരുന്നു ഇത്. നല്ല സൂപ്പർ മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ മിക്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ പിന്നെ ആരെങ്കിലും ഈ ചാനലിൽ നിന്ന് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇന്ന് കേക്ക് ചെയ്തെടുക്കുന്നത് പ്രഷർ കുക്കറിനകത്താണ്. ഒരു 3 ലിറ്ററിൻ്റെ കുക്കറാണ്. ഇതിൻ്റെ താഴ്ഭാഗത്തും സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഗ്രീസ് ചെയ്യുന്നത്. ഇതിന് പകരം ബട്ടറും ഉപയോഗിക്കാം, പക്ഷേ അളവ് ഒരിക്കലും കൂടുതൽ ഓയിലൊന്നും ഉപയോഗിക്കരുത്. അപ്പോൾ കേക്കിൻ്റെ സൈഡൊക്കെ ക്രിസ്പി ആയി പോകും. ഇനി ഇതിലോട്ടേക്ക് നമുക്കൊരു പീസ് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഹോം മെയ്ഡായിട്ട് ബട്ടർ പേപ്പർ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ള വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. എന്നിട്ട് ഇതിനകത്തോട്ടേക്ക് നമ്മൾ പഞ്ചസാര ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്ന 1/2 കപ്പ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. മധുരം കുറച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 3/4 കപ്പ് വരെ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കാരണം ഞാനിപ്പോൾ ബട്ടർ ക്രീം ആയതുകൊണ്ട് തന്നെ കേക്ക് നല്ല സ്വീറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ടുള്ളത്. ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പഞ്ചസാരയും ബൂസ്റ്റും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നല്ല ഫൈൻ പൗഡർ ആകുന്ന രീതിയിൽ നമ്മളൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഒരു മിക്സ് കണ്ടോ, നല്ല ഫൈനായിട്ട് ആ ബൂസ്റ്റ് വരെ മിക്സ് ആയിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് അങ്ങോട്ടും മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ടയുടെ അളവ് എന്ന് പറയുന്നത് 3 എണ്ണമാണ്. അപ്പോൾ മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് നല്ല ഹൈറ്റും അതുപോലെ നല്ല സൂപ്പർ സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ റെഡിയായി കിട്ടും. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ചേർക്കേണ്ട. ഒരു 2 ടേബിൾ സ്പൂൺ വരെ മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഇതിനകത്തോട്ടേക്ക് മുട്ടയുടെ മഞ്ഞയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനകത്തോട്ടേക്ക് നമ്മൾ പിന്നെ ആഡ് ചെയ്യേണ്ടത് വെജിറ്റബിൾ ഓയിലാണ്. 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്. വെളിച്ചെണ്ണയോ ഒലീവ് ഓയിലോ അങ്ങനെ സ്മെല്ല് വരുന്ന ഓയിലൊന്നും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യരുത്. പിന്നീട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൂടെ തന്നെ ഞാനൊരു ഇത്തിരി വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബൂസ്റ്റിൻ്റെ ഫ്ലേവറും വാനില എസൻസിൻ്റെ ഫ്ലേവറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ ആ ഒരു മുട്ടയുടെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ കേക്കിന് ഉണ്ടാവില്ല. ഈ ഒരു മിക്സിനകത്തോട്ടേക്ക് നമ്മൾ ഇതൊക്കെ ചേർത്തൊന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സായി കിട്ടിയതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് നമ്മൾ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് പാൽ ഇനിയും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് ഒരു 4 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മിക്സ് മുട്ടയുടെ മഞ്ഞയുടെ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഒരു അരിപ്പ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് 240 ml കപ്പിന് 1 കപ്പ് മൈദയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ ഒരു 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അരിച്ചെടുത്തിട്ട് നമ്മുടെ ഈ മുട്ടയുടെ മിക്സിനകത്തോട്ടേക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് യോജിച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മളങ്ങ് മിക്സ് ചെയ്യരുത് കേട്ടോ. ഒറ്റൊരു തവണ നമ്മൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഈ ഒരു സമയത്താണ് ബാക്കിയുള്ള പാല് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കണം. ഇനി നമ്മൾ മുട്ടയുടെ വെള്ളയാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. മുട്ടയുടെ മഞ്ഞ ഇതിനകത്ത് മിക്സായി പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നല്ല രീതിയിൽ മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ അതെങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ളതൊക്കെ സ്നോ പുഡിങ്ങിനകത്ത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. അതുപോലെ ഇലക്ട്രിക് ബീറ്റർ കയ്യിലില്ലാത്തവർക്ക് അതെങ്ങനെ ബീറ്റ് ചെയ്യാന്നുള്ളതും ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം കേട്ടോ. നന്നായി ബീറ്റ് ചെയ്ത് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇതിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പൊടിച്ച പഞ്ചസാരയും ബൂസ്റ്റും കൂടിയുള്ള ആ ഒരു മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനും ആ ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നീട് നമ്മൾ പതുക്കെയായിട്ട് ഈ മിക്സ് നമ്മുടെ മുട്ടയുടെ മഞ്ഞയിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാനത് കംപ്ലീറ്റ് ആയിട്ട് കുറച്ചായി ചേർത്തിട്ട് നമ്മുടെ ബാറ്ററുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മിക്സ് ചെയ്യുന്ന ക്ലിപ്പ് ഞാൻ ചെയ്യുന്ന സമയത്ത് ക്യാമറ ഓഫായിട്ട് എനിക്ക് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ മുട്ടയുടെ ആ വെള്ള കുറച്ചായിട്ട് വേണം ഈ ബാറ്ററിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പതുക്കെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുക്കറിനകത്തോട്ടേക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ എയർ ബബിൾസൊക്കെ ഒന്ന് തട്ടിയിട്ട് കളഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് എയർ ബബിൾസൊക്കെ കളഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ലിഡിൻ്റെ വിസിലും അതുപോലെ തന്നെ വാഷറും റിമൂവ് ചെയ്തിട്ട് അടച്ചു വെക്കുക. എന്നിട്ട് ഒരു തവ വെച്ചിട്ട് ഒരു പാനോ എന്തെങ്കിലും വെച്ചിട്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറക്കുക. എന്നിട്ട് നമ്മുടെ കുക്കർ ഇതിനകത്തോട്ടേക്കൊന്ന് ഇറക്കി വെക്കാം. എന്നിട്ട് ഏറ്റവും ഫ്ലെയിം കുറച്ചിട്ട്, അപ്പോൾ നമ്മളൊരു 3 ലിറ്ററിൻ്റെ കുക്കറാണല്ലോ യൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു 50 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്
ചെയ്യുന്നതെങ്കിൽ ഒരു 40 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് തുറന്ന് നോക്കാം ഓവനിലാണെങ്കിലും കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ഒരു 50 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. അപ്പോൾ ഓവനിലാണെങ്കിൽ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് സ്റ്റിക്ക് വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടോപ്പ് പോർഷനിൽ കാണുന്ന ഒരു കളർ ഷെയ്ഡ് കുക്കാകാത്തതൊന്നും അല്ല കേട്ടോ. അത് കണ്ടില്ലേ, നന്നായിട്ട് ക്ലിയർ ആയിട്ട് നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഇതിനകത്തോട്ടേക്ക് ഷുഗർ സിറപ്പ് അല്ല തയ്യാറാക്കി എടുക്കുന്നത്, വേറെ തന്നെ ഒരു മിൽക്ക് മിക്സ് ആണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ലാസ്റ്റ് പിസ്ത കേക്കിന് ഒരു സ്പെഷ്യൽ മിൽക്ക് മിക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിനും ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ് ചെയ്തെടുക്കുന്നത്. ഒരു 1/4 കപ്പ് അളവിൽ പാല് നല്ലതുപോലെ തിളപ്പിച്ച്, നല്ല ചൂടോടുകൂടിയുള്ള പാലാണ്. ഇതിനകത്തോട്ടേക്ക് ഒരു 4 പീസ് വൈറ്റ് ചോക്ലേറ്റ്, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. മിൽക്കി ബാറോ ഗാലക്സിയോ അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ടോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഗ്രേറ്റ് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തോട്ടേക്ക് 1/4 കപ്പ് അളവിൽ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇതിനകത്തോട്ടേക്ക് ബൂസ്റ്റാണ്, 1 ടീസ്പൂൺ അളവിൽ ബൂസ്റ്റ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മിൽക്ക് മിക്സിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇതാണ് ഈ കേക്കിന് നല്ലൊരു അടിപൊളി ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല ചൂടാണുള്ളത്. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിനകത്തോട്ടേക്ക് വെച്ച് നമ്മൾ നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തോട്ടേക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് പ്രധാനമായിട്ടും വേണ്ടത് നട്ടി ബബിൾ എന്ന് പറയുമ്പോൾ തന്നെ നട്ട്സ് ആണ്. അപ്പോൾ ഞാൻ ബദാം പരിപ്പും കശുവണ്ടി പരിപ്പും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഈ ഒരു ഗ്ലാസ് ബൗളിനകത്തുള്ളത്. പിന്നെ ഒന്ന് നീളത്തിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ള കുറച്ച് ബദാമും അതുപോലെ പിസ്ത ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണക്ക മുന്തിരി, ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സുമാണ് കേക്കിൻ്റെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ധാരാളമായിട്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ നമുക്ക് ക്രീം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോനകത്ത് ബട്ടർ ക്രീം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള ക്രീമായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം കേട്ടോ. ബട്ടർ ക്രീമാണ് നമ്മൾ ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കുന്നത്. അതുപോലെ ഒരു ചെറിയൊരു കോട്ടിങ്ങും ബട്ടർ ക്രീമാണ്. ഫൈനൽ ഫിനിഷിങ് മാത്രമാണ് നമ്മൾ വിപ്ഡ് ക്രീം വെച്ച് ഒരു തിൻ കോട്ടിങ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും വളരെയധികം ടേസ്റ്റാണ് കേട്ടോ ബട്ടർ ക്രീമിന്. അപ്പോൾ നിങ്ങൾക്ക് കയ്യിലില്ല എന്നാണെങ്കിൽ സാധാരണ വിപ്ഡ് ക്രീം വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. പക്ഷേ ഇതിനൊരു സ്പെഷ്യൽ ഫ്ലേവറാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു ഞാൻ പറയില്ലേ, മുകൾ ഭാഗത്ത് ഒരു ചെറിയ കളർ ഷെയ്ഡ്, അതൊട്ടും സ്റ്റിക്കിയൊന്നല്ല. ഇതിപ്പോൾ ഞാൻ കൈവച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ജസ്റ്റ് ഒരു കളർ ഷെയ്ഡ് മാത്രമാണത്. എന്നിട്ട് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ പാത്രത്തിനകത്ത് നിന്ന് കേക്ക് മാറ്റുക. അപ്പോൾ ഇത് ഞാൻ സ്പൂൺ വെച്ചിട്ടൊന്ന് ജസ്റ്റ് മാറ്റുന്നുണ്ട്. നമുക്ക് കണ്ടില്ലേ, നല്ല രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഈ ടോപ്പിലുള്ള ബട്ടർ പേപ്പറൊക്കെ നമുക്ക് നല്ലതുപോലെ റെഡിയായി മാറ്റാം. ഇതിനകത്ത് നിന്ന് റിമൂവ് ചെയ്ത് കളയാം. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റും ഇത് എത്രത്തോളം നല്ല സോഫ്റ്റ് ആണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല ഹൈറ്റിൽ, ഈ ഒരു ഹൈറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രസ് ചെയ്ത് കാണിക്കുമ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നല്ല സൂപ്പർ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3 ലെയേഴ്സ് ആയിട്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ആദ്യം നമ്മൾ എല്ലാം ഒന്ന് മാർക്ക് ചെയ്യുക, കറക്റ്റായിട്ട് കട്ട് ചെയ്യേണ്ട രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്നൊരു ചെറിയൊരു പൊങ്ങിയിരിക്കുന്ന ഭാഗം കണ്ടില്ലേ, അത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്കത് ബേസായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണെങ്കിൽ അങ്ങനെയും. അപ്പോൾ ഞാനിത് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ കാണുന്ന ഒരു ബ്രൗൺ ഷെയ്ഡ് കൂടി ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അത് നിർബന്ധമില്ല കേട്ടോ. നമ്മൾ പുറത്തൊക്കെ കൊടുക്കുന്ന കേക്ക്സ് ആണെങ്കിൽ എപ്പോഴും ഈ സൈഡൊക്കെ കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ബ്രൗൺ ഷെയ്ഡൊക്കെ ഞാനൊന്ന് മുറിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കും കത്തി വെച്ചിട്ട്, അതായത് 3 ലെയേഴ്സായിട്ട് കറക്റ്റ് കിട്ടുന്ന രീതിയിൽ. എന്നിട്ട് ത്രെഡ് വെച്ചിട്ട് ഞാൻ മുറിച്ചെടുക്കുകയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ഞാൻ മിക്ക റെസിപ്പീസിനകത്തും അത് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും അത് സ്റ്റെപ്പായിട്ട് കാണിക്കാത്തത്. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഒരു 3 ലെയേഴ്സായിട്ട് ഞാനിപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കറക്റ്റ് 3 ലെയേഴ്സായിട്ട് നല്ല ഒരു കറക്റ്റ് ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ടേൺ ടേബിളിനകത്തോട്ടേക്ക് ബേസ് ബോർഡ് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ബട്ടർ ക്രീം കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യത്തെ ലെയർ കേക്ക് ഇതിനകത്തോട്ടേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിൽക്ക് മിക്സ് അത് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ആ ഒരു മിൽക്ക് മിക്സ് ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ കേക്ക്സിൻ്റെ സൈഡിലൊക്കെ ഉപയോഗിക്കാം. ഇനി ബട്ടർ മിക്സാണ്, നമ്മുടെ ബട്ടർ ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബട്ടർ ക്രീമിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, പൊതുവെ എല്ലാവർക്കും അറിയുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രീമാണ്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒരു സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ച നട്ട്സ് ഉണ്ടല്ലോ, അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. നട്ട്സ് ഇതിൻ്റെ ഇടയിൽ കഴിക്കുമ്പോഴാണ് ഈ കേക്കിനൊരു സ്പെഷ്യൽ ടേസ്റ്റ്. എന്നിട്ട് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചെയ്തതുപോലെ തന്നെ മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് വീണ്ടും ബട്ടർ ക്രീം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മുടെ നട്ട്സ് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് ഫൈനൽ ലെയർ വെച്ച് കൊടുത്തിട്ട് ഫൈനൽ കോട്ടിങ്ങും നമ്മൾ ബട്ടർ ക്രീം വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്.
അപ്പോൾ അതൊരു തിന്നായിട്ടുള്ളൊരു കോട്ടിങ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം ഈ ഒരു നട്ടി ബബിൾ കേക്കിന് എപ്പോഴും ഫൈനലായിട്ട് നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും കാണാൻ ഭംഗി. അതുകൊണ്ടാണ് നമ്മൾ വിപ്ഡ് ക്രീം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാനൊന്ന് കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിനകത്തോട്ടേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഫ്രീസറിനകത്ത് വെക്കുമ്പോഴത്തേക്ക് നല്ല സെറ്റായിട്ട് റെഡി ആയതിന് ശേഷമാണ് ഞാൻ ഈ വിപ്ഡ് ക്രീം ഇതിൻ്റെ ടോപ്പിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ടർ ക്രീം ആകുമ്പോൾ ഒരു പെയിൽ യെല്ലോ കളർ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ആ ഒരു നട്ടി ബബിൾ കേക്ക് നല്ല നട്ട്സൊക്കെ നല്ല രീതിയിൽ കാണണം എന്നാണെങ്കിൽ ഏറ്റവും നല്ലത് ഫൈനലായിട്ടുള്ള ഒരു ചെറിയ കോട്ടിങ് നമ്മുടെ വിപ്ഡ് ക്രീം വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ വിപ്ഡ് ക്രീം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ളൂ. കാരണം ഒരു തിൻ ലെയർ മാത്രമേ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ജസ്റ്റ് വാനില എസൻസ് മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രീസറിനകത്തോട്ടേക്ക് ഒരു 10 മിനിറ്റ് വെക്കാം. ആ ഒരു സമയം കൊണ്ട് ബബിൾസ് റെഡിയാക്കി എടുക്കാൻ ആവശ്യമായിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു 4 വൈറ്റ് ചോക്ലേറ്റ് ഒരു ഗ്ലാസ്സിനകത്തോട്ടേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ അതെങ്ങനെയാണ് കറക്റ്റായിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൗട്ട് ഉള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം കേട്ടോ. ഗാലക്സിയുടെ വൈറ്റ് ചോക്ലേറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ മൈക്രോവേവ് ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ചൂടുണ്ട് വൈറ്റ് ചോക്ലേറ്റ്. ഇതിനകത്തോട്ടേക്ക് 1 ടീസ്പൂൺ അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ കയ്യിലുണ്ടെങ്കിൽ യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ ഒരിത്തിരി നെയ്യ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതിനകത്തോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ വിപ്ഡ് ക്രീം, വിപ്പിംഗ് ക്രീമോ അതല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ഉപയോഗിക്കാം. അളവ് ഒരിക്കലും കൂടുതൽ ഉപയോഗിക്കരുത്. അപ്പോൾ ഈ ഒരു മിക്സ് നമ്മുടെ ഈ ഗണാഷ് ഒന്ന് ലൂസായി പോകും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ആ ബബിൾസ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഒലിച്ചിറങ്ങിയിട്ട് ഒരു കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയില്ല. പൈപ്പ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം കുറച്ചൊരു തിക്കായിട്ട് കണ്ടില്ല, ഈ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ നമ്മൾ ആ ബട്ടർ ചേർത്തുകൊണ്ട് ഇതിന് നല്ലൊരു ഗ്ലേസ് ഉണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത് ബട്ടറോ അതല്ലെങ്കിൽ ഒരു ഇത്തിരി നെയ്യാണ് ഉപയോഗിക്കുന്നത്, വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി റൗണ്ട് ടിപ്പ് നോസിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ജസ്റ്റ് പൈപ്പിംഗ് ബാഗിൻ്റെ സൈഡിലായിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത്യാവശ്യം ഈ ഒരു റൗണ്ട് ടിപ്പാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് 2 സൈസുള്ള റൗണ്ട് ടിപ്പ് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ കേക്ക് 10 മിനിറ്റ് ഞാൻ ഫ്രീസറിനകത്ത് വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചായപ്പൊടി അരിക്കുന്ന അരിപ്പ ഉണ്ടല്ലോ അതിനകത്തോട്ടേക്ക് ബൂസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ വേണം ചെയ്തെടുക്കുക. അതായത് ചെറിയ കണ്ണുള്ള അരിപ്പയിൽ ഇട്ടിട്ട് വേണം നമ്മളെപ്പോഴും അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ബൂസ്റ്റ് ഞാനൊന്ന് അരിച്ചെടുത്ത് മുകൾ ഭാഗത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ നട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടില്ലേ, നട്ട്സ് വെച്ച് കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ ഉണക്ക മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചോക്കോ ചിപ്സ് വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് ലെവൽ ചെയ്തെടുത്താൽ മതി. നല്ലതുപോലെ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബബിൾസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. നട്ടി ബബിൾ എന്ന് പറയുമ്പോൾ നട്ട്സും ബബിൾസും ആണ് മെയിനായിട്ട്. അപ്പോൾ ബബിൾസ് ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ സൈസിൽ ചെയ്യുക, അതുപോലെ തന്നെ വലിയ സൈസിൽ, എല്ലാം ഒരേ ഒരു അളവിൽ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് കുറച്ച് ചെറുതാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ളത് കുറച്ച് വലിയ സൈസിലൊന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് വന്നൊരു മിസ്റ്റേക്ക്, ഞാൻ ചെയ്യുന്ന സമയത്ത് ഓർക്കാതെ ഇതിൻ്റെ എഡ്ജിലോട്ടേക്ക് സൈഡിലോട്ടേക്ക് ചെയ്തു പോയി. അപ്പോൾ ഒന്ന് കുറച്ച് മെൽട്ടായിട്ട് കേക്കിൻ്റെ താഴ്ഭാഗത്തോട്ടേക്ക് വരുന്ന രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ കുറച്ച് ബൂസ്റ്റ് വെതറി കൊടുത്തതിന് ശേഷം വീണ്ടും ബബിൾസ് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു എഫക്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നല്ല രീതിയിൽ ഞാനൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്യുന്ന കേക്ക്സൊക്കെ എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറെങ്കിലും നമ്മൾ തണുപ്പിച്ചെടുത്തിട്ട് വേണം എപ്പോഴും സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടൊക്കെ കിട്ടുക. അപ്പോൾ ഒരു പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ശരിക്കും നല്ല സൂപ്പർ മോയിസ്റ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു കേക്ക് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു മിൽക്ക് മിക്സൊക്കെ ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ് ഈ ഒരു കേക്കിന്. അപ്പോൾ ബർത്ത്ഡേക്കൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ ശരിക്കും നല്ലൊരു കേക്കാണെന്ന് തന്നെ അതറിയാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ബട്ടർ ക്രീമിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷ് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.